അതെ, നിങ്ങളുടെ ഈ പ്ലസ് ടു ഓണപരീക്ഷ അല്പം കഷ്ടമുള്ളത് തന്നെയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. കേരളത്തിലെ മുഴുവൻ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്കും ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. മറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് സ്കൂൾ തലത്തിലോ ഉപജില്ലാ തലത്തിലോ ജില്ലാ തലത്തിലോ ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഓണപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് നമ്മളുടെ ടീച്ചേഴ്സ് തന്നെയാണ്. സാർ, നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതെങ്കിൽ ആ എക്സാം വളരെ ഈസി ആയിരിക്കില്ലേ? അത്ര ഡിഫിക്കൽട്ടൊന്നും ആയിരിക്കില്ലോ, വളരെ ഈസിയുടെ എക്സാം പാസ്സാവുന്നതല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അവിടെയാണ് നിങ്ങൾക്കുള്ള പണി ഒളിഞ്ഞു കിടക്കുന്നത്. പ്ലസ് 1 പബ്ലിക് എക്സാമിൻ്റെയും പ്ലസ് 2 പബ്ലിക് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുണ്ടായിരുന്ന വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ടുള്ള ചോദ്യ പേപ്പറായിരിക്കും നിങ്ങൾക്ക് തയ്യാറാക്കുന്നുണ്ടായിരിക്കുക. ഏറ്റവും കഠിനമാക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രത്തോളം കഠിനമാക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. പ്ലസ് 2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ ആരും തന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ച് തന്നില്ലല്ലോ എന്നൊരാളും ചോദിക്കാതിരിക്കാൻ വേണ്ടി അതേ പാറ്റേണിൽ അതേപോലെയുള്ള NCERT സിലബസ് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തിട്ടുള്ള കിഡിലനായിട്ടുള്ള ചോദ്യ പേപ്പറായിരിക്കും നിങ്ങൾ ഈ ഓണപരീക്ഷയ്ക്ക് കാണാൻ പോകുന്നത്. അതും ഓരോ സ്കൂളുകളിലും ഓരോ വിദ്യാർത്ഥി നേരിടാൻ പോകുന്നത് ഓരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നിരവധി അനവധി ചോദ്യ പേപ്പറുകളും അനവധി ചോദ്യങ്ങളും നമുക്ക് അവിടെ കാണാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ പരസ്പരം മാക്സിമം എന്ത് ചെയ്യേണ്ടതുണ്ട്, തൊട്ടടുത്ത സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്യേണ്ടതുണ്ട്. ആ ചോദ്യത്തിൻ്റെ എല്ലാം ആൻസർ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നേരിടാനുള്ളത് ഈ പ്ലസ് 2 ഓണപരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അവർ അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടാലും തന്നെ ഈ ടെക്സ്റ്റുള്ളത് മാത്രമല്ലേ ചോദിക്കത്തുള്ളൂ. മുഴുവൻ ഭാഗങ്ങളും വളരെ ഈസി ആയിട്ട് കവർ ചെയ്തുകൊണ്ട് ഏതൊരു ചോദ്യ പേപ്പർ ഇട്ടാലും തന്നെ നമുക്ക് മുഴുവൻ മാർക്ക് നേടാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും കിടിലനായിട്ടുള്ള ഓൺലൈൻ ബാച്ചാണ് സൈലത്തിൻ്റെ പ്ലസ് 2 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരിക്കലും തന്നെ അഗ്നി ബാച്ചിൻ്റെ പ്രൊമോഷനായിട്ട് വിചാരിക്കരുത്. താല്പര്യമുള്ളവർ മാത്രം ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്താൽ മതിയാകും. ആരെയും നിർബന്ധിച്ച് അഡ്മിഷൻ എടുക്കാൻ സാധിക്കത്തില്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്ലസ് 2 ഓണപരീക്ഷ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പാസ്സായാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടോ ഈ ചോദ്യ പേപ്പർ നിങ്ങൾ നേരിടാൻ പാടില്ല. നിങ്ങളുടെ CE മാർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്റേഴ്സും ഇപ്പോൾ തന്നെ പഠിച്ച് സെറ്റാക്കി വെച്ചാൽ പബ്ലിക് എക്സാം വളരെ ഈസി ആയിരിക്കും. പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളും ഫിസിക്സ് ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ വരുന്നതിനാൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സും അപ്പോൾ തന്നെ പഠിച്ചു തീർക്കുക. നാളെ മുതൽ പഠിച്ചു തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ട് നിങ്ങൾ 9954008 നമ്മൾ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് അടുത്ത ക്ലാസ് പഠിച്ചു തുടങ്ങുക. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.